ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് റനായ. അപ്പോൾ റനായാസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ബൈ ഗോഡ്സ് ഗ്രേസ് സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആസ് എ ടീച്ചർ നമ്മളൊരു ഡെമോ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഡെമോ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത്. അത് ഇവിടെ എവിടെയെങ്കിലും ഇപ്പോൾ അത് കാണിക്കും കേട്ടോ. ഞാൻ ഐക്കാഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എവിടെയെങ്കിലും അത് കാണിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി ഡെമോ ക്ലാസ് എടുക്കുന്ന ആ ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവെയർ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 8 പോയിന്റ്സോളം ഉണ്ട്. അപ്പോൾ നമുക്കിനി അധികം സമയം വൈകിക്കാതെ നമുക്കതിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ട് നല്ല തറവായിട്ടുള്ളൊരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ കോണ്ടൻറ്റ് എന്താണോ അതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അത് പഠിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. പ്രത്യേകിച്ച് കാരണം നമ്മളൊരു ഡെമോ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അവിടെ ആൾക്കാർ വന്നിരിക്കുന്നത്. സ്റ്റുഡൻസ് അല്ലാതെ നമ്മൾ ഈ ഡെമോ ക്ലാസ് എടുക്കുന്നത് കാണാനായിട്ട് നമ്മുടെ HOD അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സോ സബ്ജക്ട് ടീച്ചേഴ്സോ അല്ലെങ്കിൽ പ്രിൻസിപ്പലോ വൈസ് പ്രിൻസിപ്പലോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആര് വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ അവർ നമ്മളെ അസസ് ചെയ്യാൻ, നമ്മുടെ പെർഫോമൻസ് ലെവൽ എങ്ങനെയാണ്, നമ്മുടെ സബ്ജക്ട് നോളജ് എങ്ങനെയുണ്ട് എന്നൊക്കെ അസസ് ചെയ്യാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് എന്താണ്, നമുക്കതിനെ പറ്റിയിട്ട് നല്ല ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എപ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചോളുക, ചില സ്കൂളിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, ഞങ്ങൾ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യണോ അതോ നിങ്ങളൊരു ടോപ്പിക്ക് സജസ്റ്റ് ചെയ്ത് പഠിപ്പിക്കാൻ വരികയാണോ എന്ന്. എപ്പോഴും നല്ലത് നിങ്ങളൊരു ടോപ്പിക്ക് അങ്ങ് പറഞ്ഞേക്കുക. അവർക്കൊരു ഓപ്ഷനായിട്ട് കൊടുക്കരുത്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത വല്ല ടോപ്പിക്കൊക്കെ തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ നമ്മൾ ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ചെല്ലുന്ന ദിവസം തന്നെ ചിലപ്പോൾ നമ്മളൊരു ഡെമോ ക്ലാസ്സിന് റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ റെഡിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ഡെമോ ക്ലാസ്സിനും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. എന്നോട് ഒരു സ്കൂളിൽ പറഞ്ഞു ഇപ്പോൾ തന്നെ ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഇപ്പോൾ തന്നെ എടുക്കാം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം അവിടെ എല്ലാം അവർ നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ് എന്നൊക്കെ ജഡ്ജ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ടോപ്പിക്കാണോ എടുക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് നല്ല ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് നല്ല ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇനി ഇൻ കേസ് ഏതെങ്കിലും കുട്ടികൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഒരു ആൻസർ പറയാൻ പറ്റിയില്ല, കുട്ടികൾ നമ്മളോട് ഡൗട്ട്സ് ചോദിക്കുമല്ലോ, സപ്പോസ് നമുക്ക് ഒന്നെങ്കിലും പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പതറരുത്. നമ്മൾ അവരോട് പറയാം ഓക്കെ ഞാനത് റെഫർ ചെയ്തിട്ട് അടുത്ത ദിവസം പറയാം എന്ന് പറഞ്ഞ് നൈസായിട്ടങ്ങ് നിന്നോണം. ഓക്കെ, അല്ലാതെ അവിടെ നിന്നിട്ട് നമ്മൾ പരിഭ്രമിക്കരുത്, അയ്യോ ഞാൻ പറഞ്ഞില്ലല്ലോ ഇനി അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊന്നും അപ്പോൾ ആലോചിക്കുകയേ ചെയ്യരുത്. മാക്സിമം പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുക. ഇൻ കേസ് കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിലുള്ള ഒരു സൊല്യൂഷനാണത്. അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് നിൽക്കരുത്. ഓക്കെ ഞാനത് റെഫർ ചെയ്തിട്ട് നാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞങ്ങ് നൈസായിട്ട് നിന്നോണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ടൂൾസ് ആണ് കേട്ടോ. അപ്പോൾ അതായത് ടീച്ചിങ് എയ്ഡ്സ് എന്താണെന്നുള്ള കാര്യം എല്ലാ BEd കഴിഞ്ഞ ആൾക്കാർക്കും അറിയായിരിക്കും. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തായാലും ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഒരു PPT ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അതുകൂടാതെ നമ്മുടെ കയ്യിൽ ഒരു മാർക്കറും അതേപോലെ കുറച്ച് ചാർട്ട് പേപ്പേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. എസ്പെഷ്യലി ബേസ്ഡ് ഓൺ അവർ ആക്ടിവിറ്റി. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പം കൂടുതൽ ഞാൻ അതേപ്പറ്റി പറയാത്തത്. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് ബേസ് ചെയ്തിട്ടുള്ള ചാർട്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ കുട്ടികളുടെ കയ്യിൽ തന്നെ കാണും. ഇനി ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഡെമോ ക്ലാസ്സിന്, അല്ലാതുള്ള നോർമൽ ക്ലാസ്സിനൊക്കെ ആണെങ്കിൽ പിന്നെയും ഓക്കെ ശരി ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്കത് നോക്കാം അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഒരു ഡെമോ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസ്
പെർഫോമൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. അപ്പോൾ അവിടെ മാക്സിമം നന്നായിട്ട് ചവിട്ടി കയറിക്കൊള്ളുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ അതൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് നോക്കിക്കൊള്ളുക. നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ഒക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതെന്നൊന്ന് നോക്കിക്കൊള്ളുക. എല്ലാ സ്ലൈഡും ഉണ്ടോ, കറക്റ്റ് ഓർഡറിലാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഇത് കൂടാതെ നമ്മുടെ മാർക്കറും ചാർട്ട് പേപ്പറും അല്ലെങ്കിൽ 1-2 സ്കെച്ച് പെന്നും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ക്ലാസ് എടുത്ത് നമ്മുടെ സ്റ്റാർട്ടർ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രീവിയസ് നോളജൊക്കെ ലിങ്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു മാർക്കർ യൂസ് ചെയ്ത് വൈറ്റ് ബോർഡിൽ ഉറപ്പായിട്ടും നമ്മുടെ ടോപ്പിക് എന്താണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ പറയുന്ന പോയിന്റ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ബോർഡിലൊന്ന് ആ വൈറ്റ് ബോർഡിൽ നമ്മൾ മാർക്കർ വെച്ച് എഴുതിയേക്കുക. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഈ നമ്മുടെ ക്ലാസ് ഒബ്സർവ് ചെയ്യാനിരിക്കുന്നവർക്ക് കുറച്ചുകൂടി ഇംപ്രസ്ഡ് ആണ്. കാരണം കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവും അതിനൊക്കെ. അപ്പം നമ്മൾ കൊണ്ടുപോകുന്ന ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ടൂൾസ് ഒക്കെ മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യുക. പിന്നെ കുട്ടികളോട് നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് ചോദിക്കുക, നിങ്ങൾക്ക് എക്സ്ട്രാ കളർ സ്കെച്ച് പെൻ ആവശ്യമുണ്ടോ, വേണ്ടെന്ന് പറയുകയാണെങ്കിലും ജസ്റ്റ് ഈ കളറോടൊക്കെ യൂസ് ചെയ്യുക എന്നൊക്കെ പറയുക. ഓക്കെ. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ദ ചിൽഡ്രൻ എന്നുള്ളതാണ്. അപ്പോൾ അതായത് കുട്ടികൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടികളുടെ ആ ഒരു രീതിയൊന്നും ആയിരിക്കില്ല ഒരു 7th സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഒരു ലാംഗ്വേജിൻ്റെ ടോണും ഒരു സ്റ്റൈലും ഒക്കെ ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതെല്ലാ ടീച്ചേഴ്സായിട്ടുള്ള ആൾക്കാർക്കും അത് ഡിപ്പെൻസ് ആണ്. ആ ക്ലാസ്സിൻ്റെ ആ ഒരു വേവ് ലെങ്ത് അനുസരിച്ചിരിക്കും. അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല. അത് ഓൾമോസ്റ്റ് ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും അറിയാൻ പറ്റുന്നതും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ് മെത്തേഡാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ടീച്ചേഴ്സായിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഓഫ് കോഴ്സ് നമ്മുടെ ക്ലാസ്സിനെ എൻഗേജ്ഡ് ആക്കി ഇരുത്തുക. അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഐ കോൺടാക്റ്റ് നമുക്ക് കുട്ടികളുമായിട്ട് വേണം. അതേപോലെ ഒന്ന് എൻഗേജ്ഡ് ആക്കാനായിട്ട് നമ്മളിലേക്ക് അവരൊന്ന് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ എല്ലാ ഗ്രൂപ്പിലും പ്രത്യേകിച്ച് നമ്മൾ ഒബ്സർവേഷനൊക്കെ നിൽക്കുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെമോ ക്ലാസ്സിൻ്റെ ടൈമിലോ എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചില ക്ലാസ്സുകളിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികൾ ശ്രദ്ധിക്കില്ല. നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തിരുന്നാലും ചില കുട്ടികൾ ശ്രദ്ധിക്കില്ല. ചില ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നത് കാണാം. ഇനി ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ 1-2 കുട്ടികൾ വളരെ ആക്റ്റീവായിട്ടും പിന്നെ മറ്റ് 2 കുട്ടികൾ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിരിക്കുന്നതും അങ്ങനെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അതൊന്നും ഉണ്ടാവാതെ നമ്മൾ നോക്കുക. ഇൻ കേസ് അങ്ങനെയൊക്കെ കുട്ടികൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവാനും അങ്ങനെയൊക്കെ ഒന്ന് പറയുക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ലാംഗ്വേജും പ്രോപ്പറായിട്ടുള്ള ഐ കോൺടാക്റ്റും പ്രോപ്പർ കോൺവെർസേഷനും ഒക്കെ നമ്മൾ ആ ഒരു ടീച്ചിങ് ഡെമോ ക്ലാസ് ടീച്ചിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടൊരു ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം എൻഗേജ്ഡ് ആക്കി നിർത്താൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അവരോടൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആസ് എ ടീച്ചർ നമ്മൾ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ കാണിക്കും. അത് നമ്മൾ തന്നെ വായിക്കുന്നതിലും നല്ലത് ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ കുട്ടികളെ വിളിച്ച് വായിപ്പിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ ഒന്ന് അറ്റൻഷനോട് കൂടി ഇരിക്കും. കാരണം അടുത്തത് ഇനിയിപ്പോൾ എന്നെ വിളിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയിട്ട് അവർ കുറച്ചും കൂടി അറ്റൻഷനോട് കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ്. അത് എല്ലാ ടീച്ചേഴ്സിനും ഡെമോ ക്ലാസ്സിൻ്റെ സമയത്തൊന്ന് മാത്രമല്ല അല്ലാതെ ത്രൂ ഔട്ട് ഒരു ടീച്ചറിന് വേണ്ട ഒരു കാര്യമാണ് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ക്ലാസ് റൂം മാനേജ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് മോഡുലേഷൻ തന്നെയാണ്. നമ്മുടെ ഒരു വോയിസ് തന്നെയാണ് അവരെ ഒന്ന് അട്രാക്റ്റ് ചെയ്ത് ഇരുത്താൻ പറ്റുന്ന ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബേസിക് ടൂൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആ ഒരു ക്ലാസ് റൂമിൽ അറേഞ്ച് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ കറക്റ്റ് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്ത് ഒന്ന് മാനേജ് ചെയ്യുക. അതേപോലെ തന്നെ കുട്ടികൾ അവരുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രോപ്പറായിട്ട് നോക്കിക്കോളുക. വെറുതെ കുട്ടികൾ കിടന്ന് ബഹളം വെക്കാതെ അങ്ങനെയൊക്കെ നോക്കിക്കോളുക. അതൊക്കെ നമ്മളൊരു ഡെമോ ക്ലാസ്സിൻ്റെ സമയത്തെന്ന് മാത്രമല്ല അല്ലാതെയാണെങ്കിലും ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഡെമോ ക്ലാസ്സിന് പറയുമ്പോഴേക്കും നമ്മൾ ഒന്നും കൂടി വിജിലൻ്റ് ആയിരിക്കണം. കാരണം നമ്മളെയും കൂടി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്സർവേഴ്സ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതനുസരിച്ച് ഇതൊക്കെ ഒന്ന് മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഒരു ക്ലാസ്സിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് കുട്ടികളാണ്. ചില ആൾക്കാർ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തവർ കാണും. ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും.
ഓക്കെ, ഇപ്പം ചിലത് നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നാൽ അടങ്ങിയിരിക്കുന്ന കുട്ടികൾ കാണും, ചിലത് അങ്ങനെ അല്ലാത്തത് കാണും. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ആ ഒരു ടെമ്പർ വിട്ടു പോവാതെ ദേഷ്യപ്പെടാതെ നമ്മൾ ആ ഒരു കാം ആൻഡ് കൂളായിട്ടാണെങ്കിലും അവരെ ഒന്ന് ശാന്തരാക്കി ഇരുത്താനും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്കില്ല് നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ആ സമയത്ത് പകച്ച് നിൽക്കരുത്, അയ്യോ ഇവിടുത്തെ കുട്ടികളോട് എങ്ങനെയാണ് പറയേണ്ടത് എന്നൊന്നും അങ്ങനെയൊന്നും ആലോചിച്ച് നിൽക്കരുത്. നമ്മൾ ആ ഒരു നയത്തിലൊക്കെ അവരോടൊന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലാസ്സിലിരിക്കുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവോ, അല്ലെങ്കിൽ ചെയ്തിട്ട് എന്നെ ഒന്ന് കാണിക്കുമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരൊന്ന് ശാന്തരായിട്ട് ആ ആക്ടിവിറ്റിയിലൊക്കെ ഇൻവോൾവ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ഒരുപക്ഷെ നമുക്കൊരു ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഇന്ന ദിവസം തീർക്കണം എന്ന് വിചാരിച്ച് പോകുന്ന പോർഷൻസ് എല്ലാ ക്ലാസ്സിലും ഒരുപക്ഷെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ഡിപ്പെൻസ് ആണ്, ഒരു ക്ലാസ്സിൻ്റെ അന്നത്തെ അറ്റ്മോസ്ഫിയർ അനുസരിച്ചിരിക്കും. പക്ഷെ നമ്മളൊരു ഡെമോ ക്ലാസ്സിന് പോകുമ്പോൾ മാക്സിമം ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് ആകെ ഉള്ളത് 40 മിനിറ്റ്സ് ആണ്. ആ 40 മിനിറ്റ്സിനകത്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കുട്ടികളെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യിക്കുക, ആക്ടിവിറ്റീസ് ചെയ്യിക്കുക, ആക്ടിവിറ്റീസ് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഈ 5 ആക്ടിവിറ്റിയും ഒരു ദിവസം തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ പക്ഷേ അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ, എനിക്കും ആദ്യ സമയത്തൊന്നും എല്ലാ ആക്ടിവിറ്റീസും ഒറ്റ സമയത്ത് ഒരു ക്ലാസ്സിൽ ചെയ്യാനോ അങ്ങനെയൊന്നും ആദ്യം പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് 5 ഗ്രൂപ്പാണ്, 5 ആക്ടിവിറ്റിയാണുള്ളത്. അപ്പം നമ്മൾ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, നമ്മൾ ടൈം നമുക്ക് കാണുമ്പോൾ അറിയാം ഇനി എത്ര സമയം കൂടി ബാക്കിയുണ്ടെന്ന്. അപ്പം നമ്മൾ പറയുക ഇന്നത്തെ ദിവസം നമുക്ക് 2 ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസ് പ്രസൻറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് നാളെ പറയാം, എന്നിട്ട് നാളെ ഫൈനൽ റിവ്യൂവും കൂടെ ചെയ്യാം. അങ്ങനെയുള്ള രീതിയിൽ ക്ലാസ് അത് നമ്മുടെ സ്കില്ലാണ്, അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോവുക. ഇനി നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, 5 ഗ്രൂപ്പും നമുക്ക് അന്ന് തന്നെ പ്രസൻറ്റ് ചെയ്യാം. റിവ്യൂ നമുക്ക് നാളത്തേക്ക് വെക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, അപ്പം ചില ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്ന ആൾക്കാർ കാണും. ഇവിടേക്കെന്ന് പറയുമ്പോൾ ടീച്ചർ ടോക്ക് ഷുഡ് ബി ലെസ് എന്നാണ്. ടീച്ചേഴ്സ് സംസാരിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് ആണ്, അപ്പോൾ പ്ലസ് ആക്ടിവിറ്റി ഓറിയൻറ്റഡും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കുന്നതിന് 5 മിനിറ്റിൽ കൂടുതൽ എടുക്കാനേ പാടില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടർ ആക്ടിവിറ്റി 5 മിനിറ്റ്സ്, പിന്നെ നമ്മുടെ ആ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ 5 to 6 മിനിറ്റ്സ്, പിന്നെ എന്നിട്ട് അവരുടെ ആക്ടിവിറ്റിയിലേക്ക് പിന്നെ നമ്മൾ ഡയറക്റ്റ് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു 5 ഗ്രൂപ്പിനും ആക്ടിവിറ്റീസ് കൊടുക്കുക. എന്നിട്ട് ആക്ടിവിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ 5 to 6 മിനിറ്റ്സ് മാത്രമേ അവർക്ക് ടൈം കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ആ ഒരു 5 തൊട്ട് 6 മിനിറ്റ് വരെ അതിനകത്ത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിരുന്നാലേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ ഒരു ടൈം ലിമിറ്റ് 40 മിനിറ്റ്സിനകത്ത് വെച്ച് ഈ ആക്ടിവിറ്റീസ് എല്ലാം പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ റിവ്യൂവും ഒക്കെ കളക്ട് ചെയ്ത് നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇൻ കേസ് അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നമുക്ക് കാണാൻ പറ്റും ഇത്രയും സമയമേ ഉള്ളൂ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എല്ലാം 5 ഗ്രൂപ്പിൻ്റെയും ആക്ടിവിറ്റീസ് നമുക്ക് ഇന്ന് പ്രസൻറ്റേഷൻ പറ്റില്ല എന്ന് നമുക്ക് ആസ് എ ടീച്ചർ നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വേണം, അതനുസരിച്ച് നമ്മളവിടെ നമ്മുടെ ഡയലോഗ് മാറ്റി പിടിച്ചോണം. അപ്പം നമ്മൾ പറയണം ഇന്നത്തെ ദിവസം നമുക്ക് 2 ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസ് പ്രസൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതെല്ലാം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ടൈം മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അസസ്മെന്റ് ഓർ എക്സിറ്റ് കാർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ നേരം എങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം, ഒരു അസൈൻമെൻറ്റോ ഒരു അസസ്മെൻറ്റോ അവർക്ക് കോമൺ ആയിട്ട് ജനറലി കൊടുത്തിട്ട് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ എക്സിറ്റ് കാർഡ് കൊടുക്കുക എന്ന് പറയും. അതായത് അതിനകത്ത് കുറച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ സപ്പോസ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നോട്ടീസ് റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തൊരു 1 word ക്വസ്റ്റ്യൻസ്, ഓക്കെ, അങ്ങനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പോലെ ഒരു 4 or 5 എണ്ണം. അപ്പോൾ അത് ഓരോ ഗ്രൂപ്പിലും എക്സിറ്റ് കാർഡായിട്ട് കൊടുക്കാനായിട്ട് നോക്കുക. ഒരു 5 എക്സിറ്റ് കാർഡ് മതിയാവും. അപ്പോൾ അത് ആൻസർ ചെയ്ത് നമ്മൾ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് വാങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്കറിയാൻ പറ്റും കുട്ടികൾ എത്രമാത്രം പഠിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു ഡെമോ ക്ലാസ്സിന് പോകുമ്പോൾ ആദ്യം നമുക്ക് എക്സിറ്റ് കാർഡൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു എങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ കാണും. പക്ഷേ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് അസസ്മെൻറ്റോ അല്ലെങ്കിൽ അസൈൻമെൻറ്റോ കൊടുത്ത് ആ ക്ലാസ് റാപ്പപ്പ് ചെയ്യുക അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യുക.
ഓക്കെ, അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് എക്സിറ്റ് കാർഡൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സിന് പോകുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് കാർഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. അപ്പോൾ കുട്ടികളുടെ ഫീഡ്ബാക്ക് ടീച്ചർ കളക്ട് ചെയ്തു അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് പോയിന്റ്സ് ഒരുപാട് കയറും. ഓക്കെ, ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം ചിലർ ആദ്യം അത്ര കോൺഫിഡൻ്റ് ആയിരിക്കില്ല. കോൺഫിഡൻസ് നമ്മൾ കാണിച്ചെന്നാലും ഉള്ളിലൊരു ഭയമായിരിക്കും, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത കാണും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബോദർ ചെയ്യേ വേണ്ട. നമുക്ക് ഒരു സിമ്പിളായിട്ടൊരു അസസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റോ കൊടുത്ത് ആ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത്, അതേപോലെ നമ്മുടെ അപ്പിയറൻസും എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് നമ്മളൊരു പ്രൊഫഷണൽസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ ചെല്ലുന്നത്. അപ്പോൾ ഇവിടേക്കെന്ന് പറയുമ്പോൾ എല്ലാ ടീച്ചേഴ്സിനും കോട്ടും അതേപോലെ പാൻസും ഒക്കെയാണ് ഇവിടെ ഉള്ളവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബ്ലേസേഴ്സാണ്, കോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മാക്സിമം അത് വെയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഡെമോയ്ക്ക് പോകുമ്പോൾ. നമ്മളല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാകുമ്പോൾ അത് നമ്മുടെ പാർട്ട് ആൻഡ് പാർസലാണ്, നമ്മളത് പിന്നെ ചെയ്തേ പറ്റൂ. അല്ലാതെ ഡെമോയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മുടെ ബിഹേവിയറും അപ്പിയറൻസും നമ്മളൊരു ഫോർമൽ സ്യൂട്ടിൽ കഴിയുമെങ്കിൽ പോകാനായിട്ട് നോക്കുക. പിന്നെ അതേപോലെ നമ്മൾ കുട്ടികളുമായിട്ടുള്ള നമ്മുടെ ഒരു ബിഹേവിയറും, അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് ആദ്യം അടങ്ങിയിരിക്കണം എന്നൊന്നുമില്ല. അപ്പോഴേ നമ്മൾ അവരോട് ചില ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വയലൻ്റ് ആവും. അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ നോക്കുക. പൊളൈറ്റായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക, നല്ലൊരു അപ്പിയറൻസിൽ പോവുക. നമ്മൾ ഭയങ്കര ഗുങ്കുരു കമ്പലുകളൊന്നും ഇട്ടുകൊണ്ടൊന്നും പോകാതെ നോക്കുക. ഓക്കെ, കാരണം അതൊക്കെ ഒരു പ്രൊഫഷണൽ ടച്ച് വിട്ടുകൊടുക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ പ്രൊഫഷണൽ ടച്ച് മാറ്റിക്കളയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഈ ഗുങ്കുരു കമ്പലുകളൊന്നും ഇട്ടുകൊണ്ട് പോകരുതെന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡെമോ ക്ലാസ്സിന് ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ പോയി കാണുക. എങ്ങനെയാണ് ഡെമോ ക്ലാസ് എടുക്കേണ്ടതെന്നുള്ള വീഡിയോ ആണ് കഴിഞ്ഞതിൽ ഞാൻ ചെയ്തത്. അപ്പം അതേപോലെ ടീച്ചിങ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെയൊക്കെ പോയി കാണുക. അപ്പോൾ എൻ്റെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, എന്തെങ്കിലും ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക. അപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാനതെല്ലാം ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.